നമസ്കാരം. പാകിസ്ഥാന്റെ വ്യോമമേഖല അടച്ചതോടെ അന്താരാഷ്ട്ര വിമാനയാത്രയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ. പ്രത്യേകിച്ച് യൂറോപ്പ്, ഗൾഫ്, വടക്കേ അമേരിക്ക എന്നീ ദൂരദേശങ്ങളിലേക്ക് പോകുന്നവർ. പാക് വ്യോമപാതയ്ക്ക് പകരമായി വിമാനം ദൂരം കൂടിയ റൂട്ടുകളിലൂടെ പറക്കേണ്ടി വരുന്നതിനാൽ ഇന്ധന ചെലവും വിമാനയാത്രാ നിരക്കും സ്വാഭാവികമായും ഉയരാനാണ് സാധ്യത. എങ്കിലും ഇത്തരം മാറ്റങ്ങൾ പ്രധാനമായും ഉത്തരേന്ത്യൻ റൂട്ടുകളെ ബാധിക്കുമെന്ന നിലപാടിലാണ് ഏവിയേഷൻ മേഖല. ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് യാത്രക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വ്യോമപാതയുടെ പൂട്ടൽ ഇവിടുത്തെ വിമാനങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കില്ല. എയർലൈനുകളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വിശദമാക്കിയത് ഇക്കാര്യമാണ്. ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലൂടെയുള്ള കണക്റ്റിംഗ് വിമാനത്തിലൂടെ മോസ്കോവിലേക്ക് പോകുന്ന യാത്രക്കാരന് നേരിയ പ്രതിസന്ധി ഉണ്ടായേക്കാമെന്ന് അധികൃതർ അറിയിച്ചു. എങ്കിലും മുൻകൂട്ടിയുള്ള ബുക്കിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഉടൻ വലിയ പ്രതിസന്ധി ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനിലൂടെ പറക്കുന്നത് തടഞ്ഞതിനെതിരായ തിരിച്ചടി പ്രധാനമായും ഡൽഹി, അമൃത്സർ, ലക്നൗ, ചണ്ഡീഗഡ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളെയാണ് നേരിടുന്നത്. ഈ വിമാനങ്ങൾക്ക് ചൈന, സമുദ്രപ്രദേശം, ഹിമാലയൻ മലനിരകൾ തുടങ്ങിയ ബദൽ വ്യോമപാതകൾ പിന്തുടരേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമൂലം വിമാനം അധികം പറക്കേണ്ടി വരും, കൂടുതൽ ഇന്ധനം ആവശ്യമായേക്കും, വിമാന സമയങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കണക്റ്റിംഗ് വിമാനങ്ങൾ കണ്ടെത്തുന്നതിൽ യാത്രക്കാർക്ക് ചെറിയ പ്രതിസന്ധി ഉണ്ടാകാമെന്നും ഈ സാഹചര്യത്തിൽ യാത്രാ പദ്ധതികൾ ആസൂത്രിതമായി ക്രമീകരിക്കാമെന്നതും അവർ ഓർമ്മിപ്പിക്കുകയാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടികൾക്കെതിരെയാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് എന്നാണ് ഇതിനോടകം ലഭിച്ച വിവരം. ബന്ദിപ്പോര മേഖലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ദിപ്പോരയിലെ കുൽനാർ ബസിച്ചോര മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തെ തുടർന്ന് സൈന്യം ഇവിടെ വളഞ്ഞിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത്. കടുത്ത നടപടികളിലേക്കാണ് ഇത്തരത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം കശ്മീരിലെ ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. പ്രത്യേക സേനയിലെ ഹവിൽദാർ ജാന്തു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത്. പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ആക്രമണം. 24 മണിക്കൂറിനുള്ളിൽ ജമ്മുവിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ മൂന്നാമത്തെ ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു ഇത്. ഇതിനൊപ്പമാണ് അതിർത്തിയിലെ പാക് പ്രകോപനവും. ഇന്ത്യൻ സേന എന്തിനും സുസജ്ജമാണ്. സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളുമുണ്ട്. അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. NIA സംഘം ബൈസരണിൽ നിന്നും ഫോറൻസിക് തെളിവുകൾ അടക്കം ശേഖരിച്ച പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്.